എൻ്റെ പിന്നിൽ ഇവിടെ കാണുന്നത് മനുഷ്യ സ്ത്രീകളുടെ മുടിയാണ്. അതായത് ലക്ഷക്കണക്കിന് ടണ്ണ് കണക്കിന് വരുന്ന സ്ത്രീകളുടെ മുടിയാണ് ഇവിടെ കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നാസിപ്പട ഹിറ്റ്ലറിൻ്റെ പടയാളികൾ 90% ജൂതന്മാരെ, ഏകദേശം 40 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി ഗ്യാസ് ചേമ്പറിലിട്ട് കത്തിച്ച് കളഞ്ഞ അതിൻ്റെ ഒരു യഥാർത്ഥ പ്രതീകം ഇന്ന് നമുക്കിവിടെ ഈ ഒരു പോളണ്ടിലുള്ള ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ മുടി ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് പട്ടാളക്കാർ സോക്സ് ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങൾക്കും ഈ മുടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഒറിജിനൽ മുടിയാണ്. നമുക്കിത് കാണുമ്പോൾ സങ്കടം വരും. കാരണം അവർ സ്ത്രീകൾ തിങ്ങിപ്പാർത്തിരുന്ന അവരുടെ വസ്ത്രങ്ങളും അവരുടെ പാത്രങ്ങളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും ഇവിടുത്തെ ജയിലും അവർ അത്രയും തീവ്രമായിട്ടായിരുന്നു ഇവരെ ഫാക്ടറികളിൽ ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. പിന്നീട് അവരുടെ കാര്യക്ഷമത തീർന്നു എന്നറിയുമ്പോൾ അവർക്ക് അംഗവൈകല്യവും ഹാൻഡിക്യാപ്ഡ് വരുമ്പോൾ അവർ ഷൂട്ടടിച്ചിട്ടും ഇതുപോലെ ഗ്യാസ് ചേമ്പറിലേക്ക് ഇട്ടിട്ട് അവരെല്ലാവരെയും വിഷവാതകം ഇട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ ചേമ്പറിലിട്ട് കൊന്നു കളഞ്ഞത്. ആ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളെയാണ് ചേമ്പറുകളിൽ കത്തിച്ച് കളഞ്ഞതെന്നാണ് ഇവിടെ പറയപ്പെടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ജൂതന്മാരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വന്നാൽ ഈ ഓരോ ബിൽഡിങ്ങിനുള്ളിലും ഓരോ ചരിത്രങ്ങളാണ്. അന്ന് നടന്ന യഥാർത്ഥത്തിൽ നടന്ന കാര്യം എന്തോ ഒരു കരിഞ്ഞ മണം പോലെ നമുക്കെന്തോ ആ ഒരു ആത്മാവിൻ്റെ ശ്വാസമാണോ നമ്മൾ ശ്വസിക്കുന്നത് പോലും നമ്മൾ ചിന്തിച്ചു. ആ ഒരു ഫീലാണ് ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങുകൾ നോക്കിയാലും വേറെ തന്നെ ഒരു